മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കന്യാസ്ത്രീക്കെതിരെ പോലീസ് അന്വേഷണം. ഡിജിപിക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടീന ജോസിനെതിരെയാണ് പരാതി. ടീന ജോസിനെ തള്ളി CMC സന്യാസിനി സമൂഹം രംഗത്തെത്തി. 2009 തന്നെ ഇവരെ പുറത്താക്കിയെന്നാണ് വിശദീകരണം. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഒരു അസാധാരണ രീതിയിലുള്ള ഭീഷണിയാണ് ഈ കന്യാസ്ത്രീയിൽ നിന്ന് വന്നത്. അതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ സന്യാസി സമൂഹം പറയുന്നത്? അവരുടെ വിഭാഗത്തിൽപ്പെട്ടതല്ല, എപ്പോൾ പുറത്താക്കി എന്നുള്ളതാണ്. ഇതിലൊരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട CMC സന്യാസി സമൂഹം പറയുന്നത് 2009 തന്നെ കാനൂനിക നിയമങ്ങൾ അനുസരിച്ച് ടീന ജോസിനെ പുറത്താക്കിയതാണ് എന്നുള്ളതാണ്. അതിനുശേഷം കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിക്കാൻ അവർക്ക് അനുവാദമില്ല. പക്ഷേ അവർ അത് ധരിക്കുകയാണ്. മാത്രവുമല്ല, ഈ സംഭവവുമായി ഈ സഭയ്ക്ക് ബന്ധമില്ല എന്നും CMC സന്യാസി സമൂഹം പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനിറങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് സെൽറ്റൻ എൽ ഡിസൂസ എന്ന വ്യക്തി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റിന്റെ കീഴിൽ കമന്റായിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊലവിളി കമന്റ് കന്യാസ്ത്രീയായ ടീന ജോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊലപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് അതിലിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തു. മാത്രവുമല്ല, സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടൻ ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് നിലവിൽ കേസെടുത്തിട്ടില്ല. പക്ഷേ ഈ ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസിന്റെ വിശദീകരണം. ഒരുപക്ഷേ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കന്യാസ്ത്രീക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2020 വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി പ്രചാരണം നടത്തുകയാണ് അവർ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിനെയും പൂർണ്ണമായും അപലപിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ. സമൂഹ മാധ്യമങ്ങളിലും കന്യാസ്ത്രീക്കെതിരെ വലിയ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ വലിയ എതിർപ്പുകൾ, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം നമ്മൾ ഇന്ന് കന്യാസ്ത്രീയായ ടീന ജോസുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. സ്മൃതി, ശരി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.